ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം പ്രീതിക്കാൾ ആകിലോരാതഖില മഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലേ ഏതിനും മൂലമല്ലോ ഗുരുകൃപയതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേൻ. ഓം ഹേ ശാരദേ സകല ഭക്തജനാനുകൂലേ നാദാദിപാദി വിബുധാർച്ചിതപാദപത്മേ ലോകേശരമ്യ മുഖപങ്കജനിത്യവാസേ ദാസേ സദാമയി ദയാം ഗുരുചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 83-ാം ഭാഗം അവതരണം ആരെങ്കിലും നന്നാവട്ടെ. കൊല്ലം പറവൂരിൽ വൈരവൻ എന്നൊരു വലിയ സമ്പന്നൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു കേശവൻ. പിൽക്കാലത്ത് വലിയ പണ്ഡിതനും എഴുത്തുകാരനുമൊക്കെയായി തീർന്ന അദ്ദേഹം അക്കാലത്ത് സ്വന്തമായി ഒരു അച്ചുകൂടം സ്ഥാപിച്ചു. കേരളഭൂഷണം എന്നായിരുന്നു ആ അച്ചുകൂടത്തിന്റെ പേര്. അവിടെ നിന്നുമാണ് 1892 സുജനാനന്ദിനി എന്ന പത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിരുന്നത്. അതോടെ പറവൂർ കേശവനാശാൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി തീർന്നു. ഗുരുദേവനിൽ വലിയ ഭക്തിയും വിശ്വാസവും ഉള്ള ആളായിരുന്നു ആശാൻ. ഗുരുദേവ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും പ്രയോഗത്തിൽ വരുത്തുവാനും തൻ്റെ പത്രത്തെയും അച്ചുകൂടത്തെയും പരമാവധി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. സാമുദായിക ഉന്നമനം ആശാന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമായിരുന്നു. അതിനായി ഈഴവ സമാജം എന്നൊരു സഭയുണ്ടാക്കി വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഊർജിതപ്പെടുത്തുകയും ചെയ്തു. ഗുരുദേവന്റെ സമ്മതം വാങ്ങി പറവൂരിൽ വച്ച് സമാജത്തിന്റെ ഒരു പൊതുയോഗം ആശാൻ വിളിച്ചുകൂട്ടുവാൻ നിശ്ചയിക്കുകയുണ്ടായി.
ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിനായി ഗുരുദേവനെ ആശാൻ ക്ഷണിച്ചു. ഈഴവരെ മാത്രമല്ല, സാമുദായികമായും സാമൂഹികമായും വിഷമതകൾ അനുഭവിച്ചു വരുന്ന മറ്റുള്ളവരെയും യോഗത്തിൽ സംബന്ധിപ്പിക്കണമെന്ന് ഗുരുദേവൻ പ്രത്യേകം നിർദ്ദേശിച്ചു. അപ്പോൾ ആശാൻ ഇങ്ങനെ പറഞ്ഞു: ഈഴവരെക്കാൾ ഉയർന്ന ജാതിക്കാർ യോഗത്തിന് വരികയില്ല. ഈഴവരെക്കാൾ താഴ്ന്ന ജാതിക്കാരെ സംബന്ധിപ്പിക്കുവാൻ ഈഴവർ സമ്മതിക്കുകയുമില്ല. അത് കേട്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു: ആരെങ്കിലും നന്നാവട്ടെ, അത് കണ്ട് മറ്റുള്ളവരും അനുകരിക്കട്ടെ. അങ്ങനെ 1904 സെപ്റ്റംബർ 14 പറവൂരിൽ വെച്ച് സമാജത്തിന്റെ യോഗം നടന്നു. ആ യോഗത്തിൽ ഗുരുദേവൻ തന്നെയായിരുന്നു അധ്യക്ഷപദം അലങ്കരിച്ചിരുന്നത്. അപരിഷ്കൃതമായ ആചാരങ്ങൾ ബഹിഷ്കരിക്കണമെന്നും വിവാഹ സമ്പ്രദായത്തിൽ പരിഷ്കൃതമായ രീതി നടപ്പിൽ വരുത്തണമെന്നും ഗുരുദേവൻ ആജ്ഞാപിച്ചു. പരവൂരിലുള്ളവർക്ക് പുറമെ അന്യനാട്ടിൽ നിന്ന് വന്നെത്തിയിരുന്നവരും ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. ഗുരുദേവന്റെ സാന്നിധ്യവും കൽപ്പനയും അവർക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസമാണ് നൽകുകയുണ്ടായത്. സമുദായത്തിന്റെ ഏകീകരണത്തിനും മുന്നേറ്റത്തിനും ആ യോഗത്തിലൂടെ വലിയ പ്രേരണയും പ്രചോദനവും നൽകിയ പരവൂർ കേശവനാശാനെ ജനങ്ങൾ മുക്തകണ്ഠം പ്രശംസിച്ചു. ഗുരുദേവൻ ആശാനെ അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്നും ശിവഗിരിയിലേക്ക് മടങ്ങി. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം ആരെങ്കിലും നന്നാവട്ടെ. അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.